പ്രതീക്ഷയില്ലെങ്കിൽ പിന്നെ എന്താണ് മനുഷ്യൻ? പ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത്. മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കോട്ടായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സത്യമല്ലേ, നമുക്കൊക്കെ ഉണ്ട് ഒരു പ്രതീക്ഷ. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതം ഒന്നും അത്ര നല്ല രീതിയിലാവണമെന്നില്ല, അല്ലേ? ചിലപ്പം നമുക്ക് ജീവിക്കാൻ പറ്റിയ, നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള ജീവിതമായിരിക്കില്ല. എന്നാൽ നമ്മുടെ ഉള്ളൊരു പ്രതീക്ഷയുണ്ട്, നാളെ എല്ലാം നന്നാവും. എന്നും ലോട്ടറി എടുക്കുന്ന പലരുണ്ട്. അതൊരു പ്രതീക്ഷയാണ്, അല്ലേ? നാളെ ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ലോട്ടറി അടിച്ചാലോ, നമ്മുടെ കുടുംബത്തിന് മെച്ചമുണ്ടാകുന്ന രീതിയിൽ ഒരു ലോട്ടറി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്. നാളെ ഒരു പക്ഷേ എക്സാമിൽ തോറ്റു, അടുത്ത എക്സാം ഞാൻ ജയിക്കാം എന്നൊരു പ്രതീക്ഷ. നാളത്തെ എൻ്റെ ജീവിതം നല്ലതാകുമെന്നൊരു പ്രതീക്ഷ. അപ്പോൾ എല്ലാ പ്രതീക്ഷയോട് തന്നെ ഇപ്പൊ നമുക്കും ഒരു ജോലി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ, അതും നാട്ടുവിപണിയിലൂടെ കിട്ടണേ എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ട്. അത്തരത്തിലുള്ള എല്ലാവരുടെയും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കട്ടെ. ജീവിതമാവട്ടെ, അല്ലേ? അപ്പൊ ഈ ഒരു ചെറിയ കോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു നാട്ടുവിപണീസ് യൂട്യൂബ് ചാനൽ. തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ വളരെയധികം മനോഹരമായിട്ടുള്ളതും ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് വേക്കൻസികൾ ഞാനിവിടെ പറയാൻ പോവാണ്. അതിനു മുന്നേ എനിക്ക് 2 ദിവസമായിട്ട് ശബ്ദത്തിന് കുറച്ചൊരു വേരിയേഷൻ ഉണ്ട്. ക്ലൈമറ്റ് ഒക്കെ അല്ലേ, അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ക്ലൈമറ്റ് ഒക്കെയാണ്, അധികമാര് മഞ്ഞത്തൊന്നും പോയിട്ടിരിക്കാതിരിക്കുക. എനിക്ക് അതുപോലെ ഒരു പണി കിട്ടിയതാണ്. മഞ്ഞത്തൊക്കെ പോയതിന് ശേഷം സൗണ്ടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഹിയർ വി ഗോ. അതിനു മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റുകൾ, നിർദ്ദേശങ്ങൾ എല്ലാം അറിയിക്കുക. ആദ്യത്തെ വേക്കൻസി, ഹോട്ടൽ റിക്വയർമെന്റ്സ്. എറണാകുളം ജില്ലയിൽ വടുതല ഒരു റെസ്റ്റോറന്റിലേക്ക് ഡിഷ് വാഷിംഗ് ആൻഡ് ക്ലീനിംഗ് ബോയിയെ ആവശ്യമുണ്ട്. സാലറി വരുന്നത് 500 രൂപ പെർ ഡേയിലാണ്. കോണ്ടാക്ട് നമ്പർ പറയാം, 6282483157. ഒന്നുകൂടി പറയാം, 6282483157. അടുത്ത വേക്കൻസി നോക്കാം. ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി ക്ലീനിംഗ് സ്റ്റാഫ് ഹെൽപ്പറിനെയും ആവശ്യമുണ്ട്. സ്ഥലം എറണാകുളം കാക്കനാടാണ്, പടമുകൾ. സാലറി വരുന്നത് ഹെൽപ്പറിന് 15,000 രൂപയാണ്, ക്ലീനിംഗ് സ്റ്റാഫിന് 12,000 രൂപയാണ്. കോണ്ടാക്ട് നമ്പർ പറയാം, 9061477779. ഒന്നും കൂടി പറയാം, 9061477779. അടുത്ത വേക്കൻസി നോക്കാം. തൃശൂർ ജില്ലയിൽ അമല മെഡിക്കൽ കോളേജിന് സമീപമുള്ള സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട്. ശമ്പളം വരുന്നത് സൗത്ത് ഇന്ത്യൻ കുക്കിന് 35,000 രൂപയാണ് മുതൽ 70,000 രൂപയുണ്ട്. അസിസ്റ്റന്റ് കുക്ക് 18,000 രൂപ മുതൽ 24,000 രൂപ വരെയാണ്. എക്സ്പീരിയൻസിനും കഴിവിനും അനുസരിച്ച് സാലറി മാറുന്നതായിരിക്കും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഉടൻ കോണ്ടാക്ട് ചെയ്യുക. കോണ്ടാക്ട് നമ്പർ പറയാം, 9249258555. ഒന്നുകൂടി പറയാം, 9249258555. അടുത്ത വേക്കൻസി നോക്കാം. എറണാകുളം ജില്ലയിൽ ഇലഞ്ഞിയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് ക്ലീനിംഗ് ബോയിനെ ആവശ്യമുണ്ട്. സാലറി വരുന്നത് 500 രൂപയാണ് പെർ ഡേ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ്. കോണ്ടാക്ട് നമ്പർ പറയാം, 9074304591. ഒന്നുകൂടി പറയാം, 9074304591. അടുത്ത വേക്കൻസി നോക്കാം. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് പൊറോട്ട, എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന ആളെ ആവശ്യമുണ്ട്. സാലറി വരുന്നത് 900 രൂപയാണ് പെർ ഡേ, പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഉണ്ട്. കോണ്ടാക്ട് നമ്പർ പറയാം, 8606441105. ഒന്നുകൂടി പറയാം, 8606441105. അടുത്ത വേക്കൻസി നോക്കാം. എറണാകുളം അങ്കമാലിയിലേക്ക് ഒരു ജ്യൂസ് ആൻഡ് ചായ മാസ്റ്ററിനെ ആവശ്യമുണ്ട്.
സാലറി വരുന്നത് 650 രൂപ മുതൽ 700 രൂപ വരെയാണ് ഡെയിലി. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഉണ്ട്. കോണ്ടാക്ട് നമ്പർ പറയാം: 8943863710. ഒന്നുകൂടി പറയാം: 8943863710. അടുത്ത വേക്കൻസി നോക്കാം. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലേക്ക് ജ്യൂസ് ആൻഡ് ടീ മേക്കറിനെ ആവശ്യമുണ്ട്. മലയാളിയാണ്. സാലറി വരുന്നത് 800 രൂപയാണ് പെർ ഡേ. പ്ലസ് റൂമും ഫുഡും അവൈലബിൾ ആണ്. കോണ്ടാക്ട് നമ്പർ പറയാം. വാട്സ്ആപ്പ് നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത്: 9744759917. ഒന്നുകൂടി പറയാം: 9744759917. അടുത്ത വേക്കൻസി നോക്കാം. സ്റ്റാഫ് റിക്വയർഡ് ഫോർ റെസ്റ്റോറന്റ് നിയർ കാക്കനാട് സിവിൽ സ്റ്റേഷൻ. ബേക്കറി സെയിൽസ് സ്റ്റാഫ്. സാലറി വരുന്നത് 12,000 മുതൽ 15,000 വരെയാണ്. കൗണ്ടർ സ്റ്റാഫ്. സാലറി വരുന്നത് 12,000 മുതൽ 15,000 വരെ. ജ്യൂസ് മേക്കർ. സാലറി വരുന്നത് 18,000 മുതൽ 20,000 വരെ. ടീ മേക്കർ. സാലറി വരുന്നത് 18,000 മുതൽ 20,000. റിസപ്ഷനിസ്റ്റ്. സാലറി വരുന്നത് 12,000 മുതൽ 15,000 വരെ. സർവീസ്. സാലറി വരുന്നത് 15,000 മുതൽ 18,000 വരെ. ഡ്രൈവർ. സാലറി വരുന്നത് 15,000 ആണ്. കിച്ചൺ ഹെൽപ്പർ. സാലറി വരുന്നത് 15,000 ആണ്. ലേഡീസിനും ജെന്റ്സിനും ഉള്ളതാണ് ഈ കാറ്റഗറീസ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട്. കോണ്ടാക്ട് നമ്പർ പറയാം: 9744811110. ഒന്നുകൂടി പറയാം: 9744811110. അടുത്തൊരു നമ്പർ കൂടിയുണ്ട്: 7736573312. ഒന്നുകൂടി പറയാം: 7736573312. അടുത്ത വേക്കൻസി നോക്കാം. കൊല്ലം കൊട്ടാരക്കരയിൽ റെസ്റ്റോറന്റിലേക്ക് നാടൻ പാചകവും പൊറോട്ട, ചപ്പാത്തി എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന ആളെയും ആവശ്യമുണ്ട്. ഒരു ഓൾറൗണ്ടർ കുക്കായിരിക്കണം. 900 രൂപയാണ് പെർ ഡേ വരുന്നത്. ക്ലീനിങ് സ്റ്റാഫിന് സാലറി വരുന്നത് 15,000 രൂപയാണ്. സെക്യൂരിറ്റിക്ക് 12,000 രൂപയാണ് സാലറി വരുന്നത്. താമസം ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. ഹോട്ടൽ സമയം രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. കോണ്ടാക്ട് നമ്പർ പറയാം: 7306931127. ഒന്നുകൂടി പറയാം: 7306931127. ഒരു നമ്പർ കൂടിയുണ്ട്: 9656433301. ഒന്നുകൂടി പറയാം: 9656433301. അടുത്ത വേക്കൻസി നോക്കാം. പത്തനംതിട്ട ജില്ലയിലെ പൂങ്കാവ് പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് പൊറോട്ട, എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളെ ആവശ്യമുണ്ട്. സാലറി വരുന്നത് 1000 രൂപയാണ് പെർ ഡേ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ്. കോണ്ടാക്ട് നമ്പർ പറയാം: 8606646019. അടുത്ത വേക്കൻസി നോക്കാം. ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിലേക്ക് ഗസ്റ്റ് റിലേഷൻസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട്. കാൻഡിഡേറ്റ് മെയിലാണ്. ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ. മന്ത്ലി 4 ലീവാണുള്ളത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയവർക്കും അപേക്ഷിക്കാം. ഇംഗ്ലീഷിൽ പ്രൊഫഷൻസി വേണം. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ശമ്പളം വരുന്നത് 15,000 രൂപയാണ്. കോണ്ടാക്ട് നമ്പർ പറയാം: 9037350344. ഒന്നുകൂടി പറയാം: 9037350344. അപ്പോൾ ഇന്നത്തെ വേക്കൻസീസ് ഇവിടെ അവസാനിക്കുകയാണ്. എന്നത്തെ പോലെ തന്നെ ഒരുപാട് വേക്കൻസീസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിലൂടെ. അതുവരെയ്ക്കും ബൈ.